Hello everyone, welcome to the part 2 of Knowledge and Curriculum. ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് നോളജ് ആണ്. നമ്മൾ ടൈപ്പും ലെവൽസും ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ടൈപ്പ് വേഴ്സസ് കൈൻഡ്. The term type refers to a broader category or a whole thing. The term kind refers to a specific sort, variation or subcategory within that bigger type. ടൈപ്പ് എന്ന് പറയുന്നത് വലിയൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ രൂപത്തെയാണ്. എന്നാൽ കൈൻഡ് എന്ന് പറയുന്നത് ആ വലിയ വിഭാഗത്തിനുള്ളിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സബ് ടോപ്പിക് ഉണ്ടാവുമല്ലോ, ഉപവിഭാഗങ്ങൾ, അതിനെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റൊരാൾക്ക് ചുമ്മാ നമ്മൾ കൈമാറാൻ കഴിയില്ല. അത് പഠനത്തിലൂടെ മാത്രമേ പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. സ്പെസിഫിക് ടൈപ്സ് ഓഫ് നോളജ് കനോട്ട് സിംപ്ലി ഹാൻഡഡ് ഓവർ ടു അനദർ പേഴ്സൺ. ദേ മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ത്രൂ ലേണിംഗ്. ഇനി നമ്മൾ ഈ കൈൻഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അതോറിറ്റേറ്റീവ് നോളജ്, അധികാരപൂർവമായ അറിവ്. ദിസ് ഈസ് ദ നോളജ് we accept because it comes from a trusted authority or has been proven by scientists. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചതിലൂടെയോ നമുക്ക് ലഭിക്കുന്ന അറിവാണ് ഇത്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് വെറൈറ്റി ഓഫ് അപ്രിയോറി നോളജ്, നോളജ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്രിയോറി നോളജ് ഉണ്ടല്ലോ, അതായത് വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് മുൻപുള്ള അറിവ്, ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് അതോറിറ്റേറ്റീവ് നോളജ്. രണ്ട്, സയൻറ്റിഫിക് നോളജ്, ശാസ്ത്രീയമായ അറിവ്. ദിസ് നോളജ് ഈസ് ഗെയിൻഡ് ത്രൂ കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഇറ്റ് ഫാൾസ് അണ്ടർ ദ വെറൈറ്റി ഓഫ് അപ്പോസ്ട്രിയോറി നോളജ്, നോളജ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഓർ എവിഡൻസ്. നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നേടിയെടുക്കുന്ന അറിവാണ് സയൻറ്റിഫിക് നോളജ്. ഇത് അപ്പോസ്ട്രിയോറി നോളജിൽ പെടുന്നതാണ്, അതായത് അനുഭവങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അറിവ് ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. തേർഡ് വൺ, എംപിരിക്കൽ നോളജ്, അനുഭവപരമായ അറിവ്. ദിസ് ഈസ് നോളജ് ഡ്രോൺ ഡയറക്ട്ലി ത്രൂ സെൻസ് ഒബ്സർവേഷൻസ് യൂസിങ് അവർ 5 സെൻസ് ഓർഗൻസ്: സൈറ്റ്, ഹിയറിംഗ്, ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്. It is based on sensory experiences, investigation and analysis. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, നാവ്, ചെവി, തൊലി, നേരിട്ട് കണ്ടു അറിഞ്ഞു മനസ്സിലാക്കുന്ന അറിവാണിത്. ഇന്ദ്രിയാനുഭവങ്ങൾ, അന്വേഷണങ്ങൾ, വിശകലനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിലകൊള്ളുന്നത്. 4, റാഷണൽ നോളജ്, യുക്തിപരമായ അറിവ്. This is knowledge derived from reasoning, logic and intellectual mental process. Through reasoning, humans form opinions and reach conclusions. It is a variety of a priori knowledge. ചിന്ത, യുക്തി, ബുദ്ധിപരമായിട്ടുള്ള പ്രക്രിയകൾ എന്നിവയിലൂടെ രൂപപ്പെടുന്ന അറിവാണ് ഇത്. യുക്തിപൂർവ്വം ചിന്തിച്ചാണ് മനുഷ്യർ ഒരഭിപ്രായത്തിലോ നിഗമനത്തിലോ എത്തിച്ചേരുന്നത്. 5, പ്രാഗ്മാറ്റിക് നോളജ്, പ്രായോഗിക അറിവ്. This is practical activity-centered knowledge that is useful in our day-to-day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രായോഗികവും പ്രവർത്തനനിഷ്ഠവുമായ അറിവാണിത്. It comes from an individual's personal experience, trials and life adjustments. It is a type of a posteriori knowledge. ഒരു വ്യക്തിയുടെ സ്വന്തം അനുഭവങ്ങൾ, പരീക്ഷണങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതുമായിട്ടുള്ള പൊരുത്തപ്പെടലുകൾ എന്നിവയിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. ഇത് അപ്പോസ്ട്രിയോറി നോളജിൽ പെടുന്നതാണ്. 6, ഡൊമൈൻ ഓർ എക്സ്പെർട്ട് നോളജ്. ദിസ് റെഫേഴ്സ് ടു ഡീപ്പ് സ്പെഷ്യലൈസ്ഡ് നോളജ് അബൌട്ട് എ സ്പെസിഫിക് ഫീൽഡ് ഓർ ഡിസിപ്ലിൻ. എക്സാമ്പിൾ, ബീയിങ് ആൻ എക്സ്പേർട്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ടീച്ചിങ്, ഈവൻ ഇഫ് ദ പേഴ്സൺ ഓൺലി ഹാസ് ബേസിക് ജനറൽ നോളജ് അബൌട്ട് അതർ തിങ്സ്. ഒരു പ്രത്യേക വിഷയത്തിലോ മേഖലയിലോ ഉള്ള ആഴത്തിലുള്ള അറിവാണിത്. ഒരു എക്സാമ്പിളാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചർ. ഇങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പൊതുവായ അറിവ് മാത്രമേ കാണുള്ളൂ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സർവകലാശാല വിദ്യാഭ്യാസം നമ്മളെ ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധരാക്കുന്നുണ്ട്. ഹെൻറി ഫോർഡ് അയാളുടെ ഫാക്ടറിയിൽ കാറുകൾ നിർമ്മിക്കാൻ ഈ ഒരു
തിയറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഓരോ തൊഴിലാളികൾക്കും കാറിൻ്റെ ഒരു പ്രത്യേക ഭാഗം മാത്രം നിർമ്മിക്കാൻ അറിയുള്ളൂ. അതിൽ മാത്രം അവർ എക്സ്പേർട്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് മാത്രമേ അറിയുള്ളൂ. 7. Displaced or distributed knowledge. This is knowledge that is spread out among many different people because no single person can know everything. To achieve a big goal, a team of experts with different knowledge must work together. ഒരു വ്യക്തിക്ക് മാത്രമായി എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയില്ല. അതിനായിട്ട് അറിവ് പല ആളുകളിലായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ലക്ഷ്യം നേടാൻ പല മേഖലകളിലെ വിദഗ്ധർ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ശസ്ത്രക്രിയ, അതൊരു ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ നടത്തണമെന്ന് വെച്ചെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾക്ക് അതിലായിരിക്കും കഴിവുണ്ടായിരിക്കുക. അനസ്തേഷ്യൻ്റെ ഡോക്ടർ, അതുപോലെ തന്നെ വേറെ ഒരുപാട് സർജറിമാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്പറേഷന് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. 8. എൻകോഡഡ് നോളജ്. കോഡ് ഭാഷയിലാക്കിയ അറിവ്. ദിസ് ഈസ് നോളജ് ദാറ്റ് ഹാസ് ബീൻ റെക്കോർഡഡ് യൂസിങ് സിംബോളിക് കോഡ്സ്, സൈൻസ് ഓർ ഡാറ്റ. ഇറ്റ് ക്യാൻ ഈസിലി സ്റ്റോർഡ് ആൻഡ് ഡീകോഡഡ് ബൈ സംവൺ എൽസ് ലേറ്റർ. അടയാളങ്ങൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ കോഡുകൾ എന്നിവയിലൂടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവാണിത്. ഇത് സൂക്ഷിച്ചു വെക്കാനും പിന്നീട് മറ്റൊരാൾക്ക് വായിച്ച് മനസ്സിലാക്കാനും എളുപ്പമാണ്. എക്സാമ്പിൾ: റിട്ടൺ ലാംഗ്വേജ്, റോഡ് സൈൻസ്, ഡിജിറ്റൽ ഡാറ്റാസ്. നമ്മൾ എഴുതുന്ന ഭാഷകൾ, റോഡിലത്തെ ഓരോരോ സൂചനകൾ, ഇതൊക്കെ ചുവന്ന ഇങ്ങനെ ഒരു അടയാളമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കണ്ടതിന് സ്റ്റോപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറുകളിൽ USB ഡ്രൈവിലൊക്കെ ഓരോരോ ചിഹ്നങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. 9. സിറ്റുവേറ്റഡ് നോളജ്. സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള അറിവ്. ദിസ് ഈസ് നോളജ് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്, culture or community. It belongs to a particular group and it is often hard for an outsider to fully understand it without experiencing that culture. ഒരു പ്രത്യേക സാഹചര്യം, സംസ്കാരം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാത്രം ഉടലെടുക്കുന്ന അറിവാണിത്. അത് ആ സമൂഹത്തിന് മാത്രമുള്ളതായതുകൊണ്ട് പുറത്തു നിന്ന് ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, anthropologists study different cultures to understand their specific rituals. According to educators Lee and Wegner, learning happens best within the relevant context, like working as a baker's assistant to learn how to bake bread rather than just reading an article about it. ആന്ത്രോപോളജിസ്റ്റുകൾ ഒരു സംസ്കാരത്തിലെ ആചാരങ്ങൾ മനസ്സിലാക്കാൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ലേവ്, വെഗ്നർ പറയുന്ന 2 വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു കാര്യം പഠിക്കേണ്ട സാഹചര്യത്തിൽ ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ബ്രെഡ് ഉണ്ടാക്കാൻ പഠിക്കേണ്ട ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു തിയറി അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ബേക്കറിയിൽ സഹായിയായി നിന്നിട്ട് അത് നേരിട്ട് കണ്ട് പഠിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് നോളജാണ്. ഇതിൽ 7 തരം ഫോംസ് ഓഫ് നോളജ് ഉണ്ട്. നമുക്കത് ഏതൊക്കെയെന്ന് നോക്കാം. 1. സെൻസറി നോളജ്, ഇന്ദ്രിയജ്ഞാനം. ദിസ് നോളജ് ഈസ് അക്വയർഡ് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് അവർ എൻവിറോൺമെൻറ്റ് യൂസിങ് അവർ 5 സെൻസ് ഓർഗൻസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ചുറ്റുപാടുകളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അറിവാണിത്. ഏതൊക്കെ നമ്മളെ 5 സെൻസ് ഓർഗൻസ്? കണ്ണ്, മൂക്ക്, നമ്മുടെ നാവ്, ചെവി, പിന്നെ നമ്മുടെ സ്കിന്ന്. എക്സ്റ്റേണൽ സ്റ്റിമുലി ക്രിയേറ്റ് സെൻസേഷൻസ് ദാറ്റ് അവർ ബ്രെയിൻ ഇൻ്റർപ്രറ്റ്സ് ബേസ്ഡ് ഓൺ പ്രീ എക്സിസ്റ്റിംഗ് നോളജ്. പുറത്ത് നിന്നുള്ള പ്രേരണകൾ നമ്മളെ ഇന്ദ്രിയങ്ങളിൽ തട്ടുമ്പോൾ, അതായത് നമ്മൾ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടൊക്കെ ഓരോ ഇതാകുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന അനുഭൂതികൾ എന്ത് ചെയ്യും? തലച്ചോറിൽ മുമ്പുള്ള അറിവുകളുടെ സഹായത്തോടെ മനസ്സിലാക്കുകയാണ്. അതായത് നമുക്കൊരു കാര്യം നമ്മളെ തലയുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും. എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ത് ചെയ്യും? പുതിയ സെൻസേഷൻസ് കൊടുക്കുമ്പോൾ ഈ മുമ്പുള്ള നോളജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണത് മനസ്സിലാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടു അവർ ഐസ് ഇറ്റ് ലുക്ക് ലൈക്ക് ദ സൺ റൈസസ് ഇൻ ദ മോർണിംഗ് ആൻഡ് സെറ്റ്സ് ഇൻ ദ ഈവനിങ്, ദോ സയൻസ് പ്രൂവ് ഇറ്റ്സ് ആക്ച്വലി ഡ്യൂ ടു ദ എർത്ത്സ് റൊട്ടേഷൻ. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതായിട്ടും വൈകുന്നേരം അസ്തമിക്കുന്നതായിട്ടും നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്നു. എന്നാൽ ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 2. എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവജ്ഞാനം.
When sensory perceptions are stored long term in the mind as images and mental pictures, they are used for thinking and problem solving. This is considered superior to raw sensory knowledge because it involves mental processing and memory. നമ്മളുടെ സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്ന അറിവുകൾ മനസ്സിൽ ഇമേജസ് ആയിട്ട് ദീർഘകാലം സൂക്ഷിച്ചു വെക്കുകയും ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയുന്നു. ഇത് സെൻസറി നോളജിനേക്കാളും ഹയർ ലെവലിലുള്ളതാണ്. കാരണം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻ്റൽ പ്രോസസ്സിങ്ങും മെമ്മറിയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 3. ഡെമോൺസ്ട്രേറ്റീവ് നോളജ്. This is used to perceive the agreement or disagreement between two ideas or events through intermediate ideas rather than a direct relationship. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ മറ്റൊരു മൂന്നാമത്തെ കാര്യത്തിൻ്റെ സഹായത്തോടെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകളോ യോജിപ്പോ മനസ്സിലാക്കുന്ന രീതിയാണിത്. എക്സാമ്പിൾ, ഇഫ് വി നോ ദാറ്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി, we can demonstratively infer that A is greater than C. അതായത് എ എന്ന് പറയുന്നത് എന്താണ്, ബിയിനേക്കാളും വലുതാണ്, ബിയോ സിയിനേക്കാളും വലുതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എ എന്ന് പറയുന്നത് സിയിനേക്കാളും വലുതാണെന്നാണ്. 4. ലോജിക്കൽ നോളജ്, അതായത് യുക്തി ജ്ഞാനം. നോളജ് ഒബ്റ്റെയിൻഡ് ത്രൂ റീസണിങ് ആൻഡ് തിങ്കിങ് പ്രോസസ്സസ്. ഇറ്റ് യൂസസ് 2 മെത്തേഡ്സ്, ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ചിന്തയിലൂടെയും യുക്തിയിലൂടെയും നേടിയെടുക്കുന്ന അറിവാണിത്. ഇത് 2 രീതിയിലുണ്ട്, ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവിങ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻസസ് ടു അറൈവ് അറ്റ് എ ജനറൽ ട്രൂത്ത്. പ്രത്യേക ഉദാഹരണങ്ങൾ നിരീക്ഷിച്ച് പൊതുവായ ഒരു സത്യത്തിൽ എത്തിച്ചേരുക. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് എ ജനറൽ ട്രൂത്ത് ഓർ പ്രിൻസിപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എ സ്പെസിഫിക് ന്യൂ ഇവൻറ്റ്. നിലവിലുള്ള പൊതുവായ തത്വങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക കാര്യത്തിൻ്റെ സത്യം കണ്ടെത്തുക. 5. ഇൻറ്റ്യൂറ്റീവ് നോളജ്. ദിസ് ഹാപ്പൻ വെൻ ദ മൈൻഡ് ട്രാൻസെൻഡ്സ് റെഗുലർ സെൻസറി പെർസെപ്ഷൻസ് ആൻഡ് ലോജിക്. ഇറ്റ് ഈസ് എ ഡീപ്പ് ഇൻ്റർമീഡിയറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ബ്രേക്ക് ത്രൂ ദാറ്റ് ഒക്കേഴ്സ് വിത്തൗട്ട് കോൺഷ്യസ് സ്റ്റഡിങ് ഓർ റീസണിങ്, while it feels perfectly certain to the person experiencing it. Science does not always accept it because it cannot be easily proven. ഇന്ദ്രിയങ്ങൾക്കും യുക്തിക്കും അപ്പുറം മനസ്സ് ചിന്തിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന അറിവാണിത്. ബോധപൂർവമായ പഠനമോ ചിന്തയോ കൂടാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് അനുഭവിക്കുന്നയാൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുമെങ്കിലും ശാസ്ത്രം ഇതിനെ വല്ലാതെ അംഗീകരിക്കുന്നില്ല. 6. റിവീൽഡ് നോളജ്. Messages and truth believed to be given to humankind by a supernatural power or God. This knowledge is recorded by chosen great men, prophets, or saints in holy scriptures. It is considered sacred and cannot be questioned, tested, or altered. ദൈവമോ അല്ലെങ്കിൽ ഏതോ ഒരു അമാനുഷിക ശക്തിയോ മനുഷ്യന്മാരുടെ നന്മയ്ക്കായിട്ട് വിശുദ്ധന്മാർക്കോ പ്രവാചകന്മാർക്കോ നൽകിയ സന്ദേശങ്ങളാണിവ. ഇവ വേദങ്ങൾ, ഖുർആൻ, ബൈബിൾ തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അറിവുകളെ ചോദ്യം ചെയ്യാനോ മാറ്റം വരുത്താനോ പാടുള്ളതല്ല. ഇതിന് എക്സാമ്പിളാണ് നമ്മളെ ഖുർആനും ബൈബിളും പിന്നെ വേദസൊക്കെ. 7. ഡിജിറ്റൽ നോളജ്. In the modern era, information is converted into electronic data using binary code to be stored and processed by computers. This makes it easy to preserve information for a long time in a small space, access it easily, and share it worldwide. Acquiring and using this digital information constitute digital knowledge. ആധുനിക കാലഘട്ടത്തിൽ വിവരങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാവുന്ന ബൈനറി കോഡുകളാക്കി മാറ്റി സൂക്ഷിക്കുന്ന രീതിയാണിത്. വിവരങ്ങൾ കേടുപാടുകൾ കൂടാതെ ഒരുപാട് കാലം കുറഞ്ഞ സ്ഥലത്ത് ലോകമെമ്പാടും വേഗത്തിൽ പങ്കുവെക്കാനും സൂക്ഷിക്കാനും സഹായിക്കുന്നു. ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ ഡിജിറ്റൽ നോളജ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ്, അറിവിൻ്റെ സവിശേഷതകളാണ്. നോളജ് ഈസ് ലൈക്ക് വെൽത്ത്. ദ മോർ ഹി ഗെറ്റ്
the more he craves. Knowledge builds a continuous desire to learn more. അറിവ് അറിയുന്നത് എങ്ങനെയാണ്? സമ്പത്ത് പോലെയാണ്. അത് ലഭിക്കും തോറും കൂടുതൽ നേടാനുള്ള ആഗ്രഹം നമുക്ക് വർദ്ധിക്കുന്നു. നോളജ് നെവർ ഡിക്കേയ്സ്. ഇറ്റ് ഡസ് നോട്ട് സ്പോയിൽ ഓർ വേസ്റ്റ് എവേ ഓവർ ടൈം. അറിവ് ഒരിക്കലും നശിച്ചു പോകുകയോ ജീർണിക്കുകയോ ചെയ്യില്ല. നോളജ് വൺസ് ഗെയിൻഡ് കാസ്റ്റ് എ ലൈറ്റ് ബിയോണ്ട് ഇറ്റ്സ് ഓൺ ഇമ്മീഡിയറ്റ് ബൗണ്ടറീസ്. ദ ഇൻസൈറ്റ്സ് ഗെയിൻഡ് ഫ്രം ലേണിംഗ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വൈഡർ ഏരിയാസ്. ഒരിക്കൽ നേടിയ അറിവ് അതിൻ്റെ പ്രാഥമിക അതിരുകൾക്കും അപ്പുറത്തേക്ക് വെളിച്ചം വീശുന്നു. ഇൻഫർമേഷൻ ഈസ് ദ സോഴ്സ് ഓഫ് നോളജ്. നോളജ് ഈസ് ബിൽട്ട് ഔട്ട് ഓഫ് ഇൻഫർമേഷൻസ്. വിവരങ്ങളാണ് അറിവിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ദ വേർഡ് നോളജ് ഇംപ്ലൈസ് 3 things: ട്രൂത്ത്, പ്രൂഫ്, conviction. It requires factual accuracy, evidence and deep belief. അറിവ് എന്ന വാക്കിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു: സത്യം, തെളിവ്, ബോധ്യം. Facts and values are the basics of the structures of knowledge. Knowledge structures are built on truth and core values. വസ്തുതകളും മൂല്യങ്ങളുമാണ് അറിവിൻ്റെ ഘടനകളുടെ അടിസ്ഥാനം. Knowledge is boundless. It has no limit. അറിവ് അതിരുകൾ ഇല്ലാത്തതാണ്. ഇറ്റ് എക്സിസ്റ്റ് ടു ബി ഇമ്പാർട്ടഡ്. ഇറ്റ് ഈസ് മീൻ ടു ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടിയാണ് അറിവ് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നോളജ് ഡയമെൻഷൻസ്. അക്കോർഡിംഗ് ടു ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ, നോളജ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 മെയിൻ ഡയമെൻഷൻസ്: ദ നോളജ് ഡയമെൻഷൻ ആൻഡ് ദ കൊഗ്നിറ്റീവ് പ്രോസസ് ഡയമെൻഷൻ. The 4 categories of knowledge dimensions are arranged from the basics to complex levels. 1. Factual knowledge. വസ്തുതാപരമായിട്ടുള്ള ജ്ഞാനം. The basic elements, terminology and details that students must know to be familiar with a discipline or solve problem within it. ഒരു പഠന വിഷയവുമായി പരിചയപ്പെടാനോ അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുതകൾ, സാങ്കേതിക പദങ്ങൾ, വിവരങ്ങൾ എന്നിവയാണ് ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത്. 2. കൺസെപ്ച്വൽ നോളജ്. ആശയപരമായിട്ടുള്ള ജ്ഞാനം. ദ നോളജ് ഓഫ് ക്ലാസിഫിക്കേഷൻ, പ്രിൻസിപ്പിൾസ്, ജനറലൈസേഷൻ, തിയറീസ്, മോഡൽസ് ഓർ സ്ട്രക്ചേഴ്സ് ഷോയിങ് ഹൗ ദ ബേസിക് എലമെൻറ്റ്സ് വിത്തിൻ എ ലാർജർ സ്ട്രക്ചർ ഫങ്ഷൻ ടുഗെദർ. അതായത് ക്ലാസിഫിക്കേഷൻസ്, പിന്നെ തത്വങ്ങൾ, പൊതുവായ നിഗമനങ്ങൾ, പിന്നെ തിയറീസ്, മാതൃകകൾ, പിന്നെ സ്ട്രക്ചർ അതായത് ഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവാണിത്. അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. 3. പ്രൊസീജറൽ നോളജ്. നോളജ് ഓഫ് ഹൗ ടു ഡു സംതിങ് ഇൻക്ലൂഡിങ് സ്കിൽസ്, ആൽഗറിതംസ്, ടെക്നിക്സ്, മെത്തേഡ്സ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ യൂസിങ് ദം. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവാണിത്. ഇതിൽ കഴിവുകൾ, ആൽഗോരിതങ്ങൾ, സാങ്കേതിക വിദ്യകൾ, രീതികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 4. മെറ്റാകൊഗ്നിറ്റീവ് നോളജ്. അവയർനെസ് ആൻഡ് നോളജ് ഓഫ് വൺസ് ഓൺ കൊഗ്നിഷൻ, സ്ട്രാറ്റജി യൂസ് ആൻഡ് റിഫ്ലക്റ്റീവ് നോളജ് എബൌട്ട് വെൻ ആൻഡ് ഹൗ ടു സോൾവ് പ്രോബ്ലംസ്. സ്വന്തം ചിന്താ പ്രക്രിയ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അവബോധവും അറിവാണ് ഇത്. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രപരമായ അറിവ് ഇതിൽ വരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഡയമെൻഷൻസ് ആണ് കേട്ടോ. ഡയമെൻഷൻസ് ഓഫ് കൊഗ്നിറ്റീവ് പ്രോസസ്സ്. ബേസ്ഡ് ഓൺ ദ റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി ദർ ആർ 6 ലെവൽസ് ഓഫ് കൊഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ഫൈൽ. അതായത് ഏകദേശം 6 കൊഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ഉണ്ട് നമ്മളതിൽ ബ്ലൂം ടാക്സോണമിയുടെ റിവൈസ് ചെയ്ത പ്രകാരം കേട്ടോ. 1. റിമെമ്പറിങ്, ഓർമ്മിച്ചെടുക്കൽ. റീകാളിംഗ് ഓർ റെക്കഗ്നൈസിങ് റെലവൻറ്റ് നോളജ് ഫ്രം ലോങ് ടേം മെമ്മറി. ദീർഘകാല ഓർമ്മയിൽ നിന്ന് വിവരങ്ങൾ ആവശ്യാനുസരണം വീണ്ടെടുക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുക. കീവേഡ്സ്: ഡിഫൈൻസ്, ഡിസ്ക്രൈബ്സ്, ഐഡൻറ്റിഫൈസ്, ലിസ്റ്റ്, റീകാൾസ്. അതായത് തിരിച്ചറിയുക, ലിസ്റ്റ് ചെയ്യുക, വിവരിക്കുക, നിർവചിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ കീവേഡ്സ് കേട്ടോ, പ്രധാനപ്പെട്ട വാക്കുകൾ. 2. അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ. കൺസ്ട്രക്റ്റിംഗ് മീനിങ് ഫ്രം ഓറൽ, റിട്ടൺ ആൻഡ് ഗ്രാഫിക് മെസ്സേജസ് ത്രൂ ഇൻ്റർപ്രറ്റിംഗ്, ക്ലാസിഫൈങ് ഓർ സമ്മറൈസിങ്. കീവേഡ്സ്: ക്ലാരിഫൈസ്, ക്ലാസിഫൈസ്, സമ്മറൈസസ്, ഇൻ്റർപ്രറ്റ്. അതായത് തരംതിരിക്കുക, സംഗ്രഹിക്കുക, വ്യാഖ്യാനിക്കുക. 3. അപ്ലൈ, പ്രയോഗിക്കൽ.
ക്യാരിയിങ് ഔട്ട് ഓർ യൂസിങ് എ പ്രൊസീജിയർ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. പഠിച്ച വിവരങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. കീവേഡ്സ് അപ്ലൈ, ചേഞ്ച്, കമ്പ്യൂട്ട്സ്, കൺസ്ട്രക്ട്, യൂസ്. അതായത് പ്രയോഗിക്കുക, മാറ്റുക, കണക്ക് കൂട്ടുക, ഉപയോഗിക്കുക. 4. അനലൈസിങ്, വിശകലനം ചെയ്യൽ. ബ്രേക്കിംഗ് മെറ്റീരിയൽ ഇൻറ്റു constituent parts and determining how parts related to one another and to an overall structure. ഒരു വിവരത്തെ അതിൻ്റെ വിവിധ ഭാഗങ്ങളായി തിരിച്ച് അവ തമ്മിൽ ഒരു വലിയ ഘടനയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുക. പ്രധാന വാക്കുകൾ ഇതിലേതൊക്കെയാണ്? അനലൈസിസ്, വിശകലനം ചെയ്യൽ. ബ്രേക്ക് ഡൗൺ, അതായത് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ചെറുതാക്കി നോക്കൽ. കമ്പയർ, താരതമ്യം ചെയ്യൽ. ഡിഫറൻഷ്യേറ്റ്, വേർതിരിക്കൽ. 5. ഇവാലുവേറ്റിംഗ്, വിലയിരുത്തൽ. മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ത്രൂ ചെക്കിംഗ് ആൻഡ് ക്രിട്ടിക്വിങ്. കീവേഡ്സ് അപ്രൈസസ്, കൺക്ലൂഡ്സ്, ക്രിട്ടിക്സ്, ഇവാലുവേറ്റ്, ജസ്റ്റിഫൈസ്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ഗുണദോഷങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുക. പ്രധാന വാക്കുകൾ ഇതിലേതൊക്കെയാണ്? വിലയിരുത്തുക, നിഗമനത്തിൽ എത്തുക, ന്യായീകരിക്കുക. 6. ക്രിയേറ്റിംഗ്, സൃഷ്ടിക്കൽ. Putting elements together to form a coherent or functional whole. Recognizing elements into a new pattern or structure. This is considered the most difficult mental function in the new taxonomy. വ്യത്യസ്ത ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പുതിയൊരു രൂപമോ മാതൃകയോ നിർമ്മിക്കുക. ഈ പ്രക്രിയയിലെ ഏറ്റവും ഉയർന്ന തലമാണ് ഇത്. പ്രധാനപ്പെട്ട വാക്കുകൾ ഇതിലേതൊക്കെയാണ്? കാറ്റഗറൈസസ്, കമ്പൈൻ, കമ്പോസസ്, ഡിസൈൻ, ഡിവൈസസ്. അതായത് വർഗീകരിക്കുക, കൂട്ടിച്ചേർക്കുക, രൂപകൽപ്പന ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ. ഈ ലെസണിൻ്റെ ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വൈകാതെ അപ്ലോഡ് ചെയ്യാം. അതോടുകൂടി നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് കഴിയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.